ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പതിവ് പോലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ കിച്ചണിൽ കയറി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഒമാനിയും തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ബാക്ക് ടു നോർമൽ റുട്ടീനായി. അപ്പോൾ മക്കളെ രാവിലെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകളാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളെ പറ്റിയാണ്. എത്ര പേര് അവരുടെ ചിന്തകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്? നിങ്ങൾക്കൊരു നമ്മുടെ പപ്പു പറയുന്ന പോലെ തനിക്ക് താനാരാന്നറിയില്ലെങ്കിൽ തനിക്ക് ഞാൻ പറഞ്ഞു തരാം, ആ ഒരു ഇതിൽ പറഞ്ഞതല്ല കേട്ടോ. നമ്മുടെ ചിന്തകളെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ എപ്പോഴും 2 തരം ചിന്തകളാണ് അല്ലേ? പോസിറ്റീവ് തോട്ട്സും വരും, നെഗറ്റീവ് തോട്ട്സും വരും. അതിൽ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. യാതൊരു പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. പക്ഷേ പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിത്തിരി നിർബന്ധമായിട്ടൊക്കെ വിളിക്കണം പുള്ളിയെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറായിരുന്നു എന്ന് പറയാം. എനിക്ക് നെഗറ്റീവ് ചിന്തകളായിരുന്നു എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിസ്സാരം ഒരു കാര്യമാണ് എപ്പോഴും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇപ്പം എൻ്റെ ഈ റൊമാറ്റോയിഡിൻ്റെ പെയിന്, അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് മാത്രം എന്നും പെയിനാ, എനിക്ക് മാത്രം എന്നും കഷ്ടപ്പാടാ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തേ. ഇതിങ്ങനെ നമ്മൾ ദിവസവും പാട്ട് പാടുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഡെയിലി നമ്മുടെ ലൈഫിൽ ഇതൊരു ലൂപ്പ് പോലെ നടന്നുകൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും ഈ പെയിനിൽ നിന്നൊരു മോചനമില്ല, ഒരിക്കലും ഇതിൽ നിന്നൊരു രക്ഷപ്പെടലില്ലാത്ത പോലെ നമ്മളിങ്ങനെ ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഡെയിലി വിചാരിക്കുക എനിക്ക് സന്തോഷമില്ല, എനിക്കെന്നും വിഷമമാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല, നമുക്കെന്നും വിഷമമായിരിക്കും. അപ്പം ഇപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് ചിന്തിച്ചു, നെക്സ്റ്റ് സെക്കൻഡ് അത് മാനിഫെസ്റ്റ് ആവും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പോസിറ്റീവ് ചിന്തിച്ചു, നെക്സ്റ്റ് സെക്കൻഡ് അത് മാനിഫെസ്റ്റ് ആവും എന്നല്ല പറയുന്നത്. നമ്മൾ ഡെയിലി ഒരേ കാര്യം തന്നെ ചിന്തിച്ചിരുന്നാൽ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ആവും. അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ. അപ്പം നമ്മുടെ ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റി നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ചിന്തകളും കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരും. അപ്പം നമുക്കൊരു നെഗറ്റീവ് ഒരു ചിന്ത വരുമ്പോൾ അതിനെ എങ്ങനെ മാറ്റാമെന്നുള്ളത് അല്ലേ. ഇപ്പം ചിലപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേൽക്കുന്നുണ്ടോ തോന്നും, എന്തൊരു കഷ്ടപ്പാടാണ്, എനിക്ക് രാവിലെ എഴുന്നേൽക്കണ്ട, ഉറങ്ങണമായിരുന്നു, പക്ഷേ പിള്ളേരെ സ്കൂളിൽ വിടണം, എന്ത് ചെയ്യണം, എഴുന്നേൽക്കാതെ പറ്റില്ല. അങ്ങനെയൊക്കെ ഓരോരോ ചിന്തകൾ വരുമ്പോഴും ഉണ്ടല്ലോ, മനസ്സിൽ ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ കടന്നു കൂടുമ്പോഴേ മനസ്സിനോട് പറയാം സ്റ്റോപ്പ് 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 എന്നിങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത നിൽക്കും. അത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരില്ല. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധപൂർവ്വം നമ്മുടെ മനസ്സിലേക്ക് കുറേ പോസിറ്റീവ് ചിന്തകൾ കൊടുക്കുക. എന്നിട്ട് പറയുക, നമ്മളോട് തന്നെ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്, അല്ലെങ്കിൽ സന്തോഷവാനാണ്, എനിക്ക് ലൈഫിൽ എല്ലാം നേടാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷമായി മുന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ എന്നാലും നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലോ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം വന്നെന്നറിയും. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര ഒരു എഫക്റ്റാണ് അതിന് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ നെഗറ്റീവ് തോട്ട്സ്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും നെഗറ്റീവ് അവർ ചിന്തിക്കുന്നത്. ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ അവിടെ വെച്ച് അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുക. അവിടെ വെച്ച് മനസ്സിനോട് പറയുക, വേണ്ട, നിർത്തിക്കോ, ഇനി ചിന്തിക്കേണ്ട, ഞാൻ എൻ്റേതായിട്ടുള്ള ചിന്തകൾ അങ്ങോട്ട് തരാം, താൻ അത് ചിന്തിച്ചാൽ മതിയെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് വരുമ്പം അപ്പോഴേ അതിനോട് പറയുക, നിർത്തിക്കോ, സ്റ്റോപ്പ് അല്ലെ, നിർത്ത്, മതി, ക്യാൻസൽ, എന്തായാലും പറയാം. നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നിറയ്ക്കുക. നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴല്ലോ നമുക്ക് തോന്നുന്നത് നമ്മളെ മാത്രമാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും അല്ല. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ കൂടുള്ളവരൊക്കെ അത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, അല്ലെ ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ നമ്മുടെ ഭാര്യയെ, ഇതൊക്കെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി എഫക്റ്റ് ചെയ്യും. അവരുടെ ലൈഫിലെല്ലാം ആ ഒരു നെഗറ്റിവിറ്റി നിറയും. കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ വളരുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിപ്പോവും. ഒരിക്കലും അവർക്ക് ആ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ചിന്തിക്കാനേ സാധിക്കില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളെ പറ്റി നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. അങ്ങനെ ഒരു ഐഡിയയോടെ വേണം നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കാൻ. ആദ്യമൊക്കെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ. കാരണം നമ്മൾ ചിന്തിക്കേണ്ടെന്ന് വിചാരിക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സംഭവം ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴും
നമ്മളതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളപ്പോൾ ചിന്തിച്ചാൽ മതി, നമ്മളിപ്പോൾ അത് ഫൈറ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ നമ്മുടെ മക്കളും ഇതുപോലെ കണ്ടു വളരും. അവർക്കും നാളെ അവരുടെ ലൈഫിൽ അവരെന്ത് വന്നാലും അവർ നെഗറ്റീവ് അടിക്കുള്ളൂ. അവർക്കൊന്നിനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവർ കംപ്ലീറ്റ്ലി നെഗറ്റീവായി, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഒന്നും ചെയ്യില്ല, എന്ത് വന്നാലും അവരാദ്യം ചിന്തിക്കുന്ന നടക്കില്ല, എനിക്ക് പറ്റില്ല ഇത് എന്നുള്ളൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആകുമ്പം അതിനെ നിർബന്ധപൂർവ്വം പോസിറ്റീവിലേക്ക് മാറ്റുക. നമ്മളിപ്പോൾ എന്ത് നെഗറ്റീവ് ചിന്തിച്ചാലും അതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങ് ചിന്തിക്കുക. അപ്പോൾ അത് പോസിറ്റീവായി. എനിക്ക് വിഷമമാണ് വരുന്നതെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണെന്ന് ചിന്തിക്കുക. എനിക്ക് ഇപ്പം പറഞ്ഞോട്ട് ഒരു എക്സാമ്പിൾ പറയണേ, എനിക്ക് ഭയങ്കര വിശപ്പാണല്ലോ എപ്പോഴും ഒന്ന് ചിന്തിക്കുക, അതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുക, എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല, ഞാൻ നല്ല ഫുള്ളായിട്ടിരിക്കുക. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ കേട്ടോ. അപ്പം നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് സംശയം വരുന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തിക്ക് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി, അത് പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചിന്തിച്ച് നോക്ക്. എല്ലാവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി നിറയട്ടെ. ഇപ്പോൾ ഇതുപോലെ തന്നെ നെഗറ്റീവുകളെയൊക്കെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാം. അപ്പോൾ ഇനിയും ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ മാറ്റി നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.